സോഷ്യൽ സയൻസിൻ്റെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള ചാപ്റ്ററിൽ ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി ഈ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം നടത്തിയിട്ടുള്ള ഏർലി സ്ട്രഗിൾസ്, ആദ്യകാല സമരങ്ങൾ, ചമ്പാരനിലും അഹമ്മദാബാദിലും ഖേദയിലും നടന്നിട്ടുള്ള 3 സമരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കി. അതിന് തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടുവേർഡ്സ് ദി നാഷണൽ മൂവ്മെന്റ് ആണ്. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി എങ്ങനെയാണ് എത്തിപ്പെടുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ചമ്പാരൻ, അതേപോലെ അഹമ്മദാബാദ്, ഖേദ, അതൊക്കെ ആ പ്രദേശങ്ങളിൽ മാത്രം ഉണ്ടായിട്ടുള്ള ചെറിയ സമരങ്ങളാണ്. അപ്പൊ അതല്ലാതെ രാജ്യം മുഴുവനായി വ്യാപിച്ച ദേശീയ തലത്തിൽ ഒന്നാകെയുള്ള സമരങ്ങളിലേക്ക് ഗാന്ധിജി എങ്ങനെയാണ് എത്തിപ്പെടുന്നത്, അങ്ങനെ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇനി ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ ബാക്കി കിടക്കുന്നത്. അപ്പോൾ ടുവേർഡ്സ് ദി നാഷണൽ മൂവ്മെന്റ്. ഗാന്ധിജി entered ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വിത്ത് ഹിസ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി റൗലറ്റ് ആക്ട്. റൗലത്ത് നിയമം എന്ന് പറയുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യക്കാർ ആ നിയമത്തെ ബ്ലാക്ക് ലോ എന്നാണ് വിളിച്ചത്, കരി നിയമം എന്ന്. നമ്മളൊരു നിയമത്തെ കരി നിയമം എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരം നിയമം ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമമായിരിക്കും. അങ്ങനെയുള്ള നിയമങ്ങളെയാണ് നമ്മൾ ബ്ലാക്ക് ലോസ് അല്ലെങ്കിൽ കരി നിയമങ്ങൾ എന്നൊക്കെ പറയുക. അപ്പോൾ ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം, റൗലത്ത് നിയമം, ആ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. In the pretext of preventing extremist activities, the British Parliament passed the Rowlatt Act in 1919, limiting the civil rights. അതായത് ബ്രിട്ടീഷുകാർ ഈ ഒരു നിയമം പാസ്സാക്കിയത് 1919-ലാണ്. 1919 പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. എന്തിനു വേണ്ടി നിയമം കൊണ്ടുവന്നത്? ഇൻ ദി പ്രിടെക്സ്റ്റ് ഓഫ് പ്രിവെന്റിങ് എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസ്. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ തടയുക എന്ന പേരിലാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് പറയും, നമ്മൾ ഇന്നത്തെ പോലെയുള്ള, ഇന്ന് നമുക്ക് തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ പറയാൻ നമുക്ക് എന്തൊക്കെയോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പൊ അങ്ങനെയുള്ള ഭീകരവാദം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, തീവ്രവാദം അല്ല ഉദ്ദേശിക്കുന്നത്. അക്കാലത്ത് കോൺഗ്രസ്സിൽ 2 വിഭാഗം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ 2 വിഭാഗം ഉണ്ടായിരുന്നു. ഒന്ന് മിതവാദികൾ എന്നും മറ്റൊന്ന് തീവ്രവാദികൾ എന്നും അറിയപ്പെടുന്നു. ഗോപാലകൃഷ്ണ ഗോഖലയെ പോലെയുള്ള ആളുകളൊക്കെ മിതവാദികളായിരുന്നു, മോഡറേറ്റ്സ് ആയിരുന്നു. എന്നാൽ ബാലഗംഗാധര തിലക് പോലെയുള്ള, ലാലാ ലജ്പത് റായ് പോലെയുള്ള ആളുകളൊക്കെ അവരൊക്കെ എക്സ്ട്രീമിസ്റ്റുകളാണ്, തീവ്രവാദികളാണ്. ഓക്കെ, ഒരു കാര്യത്തിന് വേണ്ടി തീവ്രമായി വാദിക്കുന്ന ആളുകൾ, അത്രയേ ഉള്ളൂ വ്യത്യാസം. മറ്റവര് മോഡറേറ്റുകൾ, മിതവാദികൾ സമാധാനപൂർവ്വം പെറ്റീഷൻസ് കൊടുക്കുക, പരാതി പറയുക, ആ രൂപത്തിലാണ് ബ്രിട്ടീഷുകാരോട് അപ്രോച്ച് ചെയ്തത്. എങ്കിൽ ഇക്കൂട്ടർ എക്സ്ട്രീമിസ്റ്റുകൾ കുറച്ചുകൂടി കുറച്ചും കൂടി എനർജറ്റിക് ആയിരുന്നു. ബ്രിട്ടീഷുകാരോട് പിടിച്ചു പറിച്ച്, ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു പറിച്ചു വാങ്ങണം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ആർക്ക്? എക്സ്ട്രീമിസ്റ്റുകൾക്ക്. അപ്പൊ അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ തടയുക എന്ന പേരിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് 1990 റൗലറ്റ് ആക്ട്, റൗലത്ത് നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരുപാട് അവകാശങ്ങളെ നിഷേധിക്കാൻ ആ നിയമം കാരണമായി. ഓക്കെ, സാധാരണക്കാരുടെ ഒരുപാട് അവകാശങ്ങൾ, സിവിൽ റൈറ്റ്സ്, പല അവകാശങ്ങളും ഈ ഒരു നിയമം വന്നപ്പോൾ ഇല്ലാതായി. സോ ആസ് പെർ ദിസ് ആക്ട്, ഈ നിയമത്തിന്റെ പ്രത്യേകത പറയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസ് പെർ ദിസ് ആക്ട്, എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ? വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും എന്ത് ചെയ്യാം? ജയിലിൽ വെക്കാം. അതായത് ആരെയും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടാണ്ട് ബ്രിട്ടീഷുകാർക്ക് തോന്നുന്ന ആരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യാം. അതേപോലെ യാതൊരു വിചാരണയും കൂടാതെ എത്ര കാലം വേണമെങ്കിലും അവരെ ജയിലിൽ അടക്കുകയും ചെയ്യാം. അതാണ് നിയമത്തിന്റെ പ്രത്യേകത. പിന്നെ അതിന് തുടർച്ചയായിട്ട് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമുക്കെല്ലാം ചെറിയ ക്ലാസ്സിലെ കേട്ട് പരിചയമുള്ള ഒരു സംഗതിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം, ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത ഏറ്റവും ദാരുണമായ ഒരു സംഭവമായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ റൗലത്ത് നിയമവുമായിട്ട് ചെറിയ ബന്ധമുണ്ട്.
ഓക്കെ, അതുകൊണ്ടാണ് ഈ റൗലത്ത് നിയമം പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് കൊടുത്തത്? ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കൊടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജാലിയൻ വാലാബാഗ് മസാക്കർ. അമൃത്സർ മസാക്കർ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം അമൃത്സർ എന്ന് പറയുന്ന പട്ടണത്തിലാണ്, പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ആ ഒരു മൈതാനമുള്ളത്. അവിടെ വെച്ച് നടന്നിട്ടുള്ള കൂട്ടക്കൊലയായതുകൊണ്ട് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നും അമൃത്സർ കൂട്ടക്കൊല, അമൃത്സർ മസാക്കർ എന്നും അറിയപ്പെടുന്നുണ്ട്. സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് വായിക്കേണ്ടതുണ്ട്. People gathered at Jallianwala Bagh in Amritsar on 13th April 1919 to protest against the arrest of Saifuddin Kichlu and Satyapal, who led the Anti-Rowlatt Act agitations in Punjab. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റൗലത്ത് നിയമത്തിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പഞ്ചാബില് ഈ റൗലറ്റ് ആക്ടിനെതിരെ, റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധം ലീഡ് ചെയ്തിട്ടുള്ള രണ്ടാളുകളായിരുന്നു ആരൊക്കെ? സൈഫുദ്ദീൻ കിച്ലു, അതേപോലെ ഡോക്ടർ സത്യപാൽ. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ആൻഡ് ഡോക്ടർ സത്യപാൽ രണ്ടാളുകളാണ്, രണ്ട് നേതാക്കന്മാര്. അപ്പൊ ഈ രണ്ടാളുകളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. അപ്പൊ ആ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്തത്? 1919 13th ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ഒത്തുചേർന്നു. അവരുടെ നേതാക്കളായിട്ടുള്ള സൈഫുദ്ദീൻ കിച്ചുലിനി അതേപോലെ സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് അവിടെ ഒത്തുകൂടിയത്. സമാധാനപരമായിട്ടുള്ള ഒത്തുകൂടലാണ്, ആയുധമെടുത്തുകൊണ്ടുള്ള ഒത്തുകൂടലല്ല. പക്ഷേ ദി സിറ്റി വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ആർമി. പക്ഷെ ആ സമയത്ത് നഗരം പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, അല്ലെങ്കിൽ ഇന്ന തീയതി മുതൽ ഇന്ന തീയതി വരെ കോഴിക്കോട് നഗരത്തിൽ അല്ലെങ്കിൽ എറണാകുളം സിറ്റിയിൽ, അങ്ങനെ പല സ്ഥലങ്ങൾ പറയാറുണ്ട് അല്ലെ, എന്ത് നിരോധനാജ്ഞ, അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്ന് പറയാറുണ്ട്. അതായത് സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും. ഇപ്പോൾ ഈ കൊറോണ ക്രൈസിസ് ഉള്ളത് ഒരു സാഹചര്യത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, ചില പ്രദേശങ്ങളിൽ നിരോധനാജ്ഞയാണ്, കൂട്ടം കൂടുന്നത് വിലക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂട്ടം കൂടിയാലോ, അങ്ങനെ ഒരു വിലക്ക് അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൂട്ടം കൂടുമ്പോൾ അത് നിയമലംഘനമാവും, അവരെ അറസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ ഈ നഗരം ജാലിയൻ വാലാബാഗും അമൃത്സറും പരിസര പ്രദേശങ്ങളൊക്കെ ആ സമയത്ത് പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഓക്കെ, ദി സിറ്റി വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ആർമി. Accusing that the protesters violated his instructions, the army chief General Dyer ordered to shoot without warning. പക്ഷെ ഈ ഒരു കാര്യം ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അതായത് അവിടെ നിരോധനാജ്ഞയുണ്ട്, പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ്, ഒത്തുകൂടാൻ പാടില്ല, അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. ജനങ്ങൾക്ക് അത്തരം വിവരങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ അവര് ഒരുമിച്ച് കൂടാതിരിക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയാണ്, ഈ കൊറോണ ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ ഇത്ര 5-ൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടാൻ പാടില്ല, ഒത്തുചേരാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു എന്ന് കരുതുക. ആ നിയമം ജനങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ അത് അവർ പാലിക്കുകയുള്ളൂ. ജനങ്ങൾ അറിയണം, എങ്കിൽ മാത്രമേ അവർ ഒത്തുകൂടാതിരിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു, പക്ഷെ ജനങ്ങൾ അത് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവിടെ ഒരുമിച്ച് ചേർന്നു. സോ അക്യൂസിംഗ് ദാറ്റ് ദി പ്രൊട്ടസ്റ്റേഴ്സ് വയലേറ്റഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്, ദി ആർമി ചീഫ് ജനറൽ ഡയർ ഓർഡേർഡ് ടു ഷൂട്ട് വിത്തൗട്ട് വാർണിംഗ്. അപ്പൊ തന്റെ നിയമം ഈ പ്രതിഷേധക്കാര് ലംഘിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ജനറൽ ഡയർ, അവരുടെ ആർമിയുടെ ചീഫായ ജനറൽ ഡയർ യാതൊരു വാർണിംഗും യാതൊരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് കൊടുക്കാണ്ട് തന്റെ പട്ടാളത്തോട് എന്ത് ഓർഡർ ചെയ്തു? അവർക്ക് നേരെ, ആ ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ ഫയർ ചെയ്യാൻ, ഷൂട്ട് ചെയ്യാൻ ഓർഡർ ചെയ്തു, വെടിവെക്കാൻ ഉത്തരവിട്ടു. The innocent armless people were trapped as the ground was surrounded by buildings and the only entrance was blocked by the armed British soldiers. ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തില്ല, ഒരു മാർഗവുമില്ല. ചുറ്റും വലിയ മതിലുകളും കെട്ടിടങ്ങളും ഒക്കെയുള്ള, അതിനാൽ ചുറ്റപ്പെട്ട ഒരു മൈതാനമാണ് ജാലിയൻ വാലാബാഗ്. ആകെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, പ്രവേശിക്കാനുള്ള വഴിയും എക്സിറ്റ്, പുറത്തേക്ക് പോകാനുള്ള വഴിയും ഒന്ന് തന്നെയാണ്. ആ വഴിയിലാണ് ആര് നിൽക്കുന്നത്? ഈ ജനറൽ ഡയറും അദ്ദേഹത്തിന്റെ പട്ടാളക്കാരും അവിടെ നിരന്ന് നിന്നുകൊണ്ടാണ് ഇവർക്ക് നേരെ വെടിവെക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളില്ല. ആസ് പെർ ദി ബ്രിട്ടീഷ് റെക്കോർഡ്സ്, ദി ഷൂട്ടിംഗ് ഓഫ് 10 minutes killed 379 protesters. ബ്രിട്ടീഷുകാരുടെ കണക്കുകൾ പ്രകാരം
379 ആളുകളാണ് അവിടെ വെച്ച് അന്നേരം ഈ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ കണക്ക് പ്രകാരമാണ്. അതായത് 10 മിനിറ്റോളം നീണ്ടു നിന്ന തുടർച്ചയായ വെടിവെപ്പാണ് ജനക്കൂട്ടത്തിന് നേരെ. അതിൽ 379 ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇൻഫാക്ട് ദി ഡെത്ത് ടോൾ വാസ് ആക്ച്വലി ഡബിൾ ദിസ്. പക്ഷെ യഥാർത്ഥ കണക്ക് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കിനേക്കാളും ഇരട്ടിയായിരിക്കും യഥാർത്ഥ കണക്ക് എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു അധ്യായമായിരുന്നു, ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് മസാക്കർ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നേരത്തെ പറഞ്ഞ 1919 റൗലറ്റ് ആക്ടുമായി റിലേറ്റഡ് ആണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ജാലിയൻ വാലാബാഗ് മസാക്കറിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 13th April 1919 ആണ്. ഓക്കെ, ഇനി അതിന്റെ ഒരു ഇലസ്ട്രേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പ്രതിപാദിക്കുന്ന പല സിനിമകളിലും ഈ ഒരു ജാലിയൻ വാലാബാഗ് ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. ഒറിജിനൽ അല്ല ഉദ്ദേശിക്കുന്നത്, സിനിമയാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ചിത്രീകരിച്ച രംഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ, ദി മസാക്കർ അറ്റ് ജാലിയൻ വാലാബാഗ് ഇന്റൻസിഫൈഡ് ദി പ്രൊട്ടസ്റ്റ് അറ്റ് ദി നാഷണൽ ലെവൽ. ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ എന്തിനു കാരണമായി? ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഒന്നുകൂടി ശക്തി പ്രാപിക്കാൻ, ദേശീയ തലത്തിൽ ഒന്നുകൂടി ശക്തി പ്രാപിക്കാൻ അത് ഊർജം പകർന്നു, അല്ലെങ്കിൽ കാരണമായി. ഗാന്ധിജി സെഡ്, ഇഫ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി ലെഡ് ദി ഫൗണ്ടേഷൻ ഫോർ ദി ബ്രിട്ടീഷ് റൂൾ, ജാലിയൻ വാലാബാഗ് ഷൂക്ക് ദി ഫൗണ്ടേഷൻ. ഗാന്ധിജി എന്താ പറഞ്ഞത്? അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ഭരണത്തിന് അടിത്തറയിട്ടത് പ്ലാസി യുദ്ധമായിരുന്നു. പ്ലാസി യുദ്ധം. ആ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ടെങ്കിൽ ആ അടിത്തറ തന്നെ ഇളക്കിക്കളഞ്ഞ സംഭവമായിരുന്നു ഏത്? ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഓക്കെ, പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ബംഗാളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ആ സ്ഥാപിച്ച അവരുടെ അടിത്തറയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന സംഭവമായിരുന്നു ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് ഗാന്ധിജി ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈ ഒരു റൗലത്ത് നിയമവും അതിനെതിരെയുള്ള ഈ ഒരു പ്രതിഷേധവും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും ഇതെല്ലാമാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനിടയായിട്ടുള്ള സാഹചര്യം. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ശേഷം രാജ്യം മുഴുവൻ വ്യാപിച്ച ഒരു വലിയ സമരം ആദ്യമായി നടന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്, നിസ്സഹകരണ സമരം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മൾ എവിടെ പഠിക്കുമ്പോഴും ഇങ്ങനെ ഒരു ഹെഡിങ്ങാണ് നമ്മൾ കാണുക, നോൺ കോപ്പറേഷൻ ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്. നോൺ കോപ്പറേഷനും ഖിലാഫത്തും രണ്ടും ഒരുമിച്ചാ പറയാ. എന്താ കാരണം? കാരണം രണ്ടും ഒരുമിച്ച് തന്നെ നടന്നതാണ് എന്നതാണ് കാരണം. ഓക്കെ, ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയ പ്രസ്ഥാനങ്ങളാണ്, ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ രണ്ട് സംഗതികൾ. ശ്രദ്ധിക്കാം. The first national level struggle by the Indian National Congress under the leadership of Mahatma Gandhi was non-cooperation movement. ശ്രദ്ധിക്കണേ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരമല്ല. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാ? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇവിടെ പറയുന്നത് ദി ഫസ്റ്റ് നാഷണൽ ലെവൽ സ്ട്രഗിൾ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി. ഗാന്ധിജിയുടെ കീഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ആദ്യത്തെ ദേശീയ സമരമാണ്. ഫസ്റ്റ് നാഷണൽ ലെവൽ സ്ട്രഗിൾ ആണ് ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, നിസ്സഹകരണ സമരം. The confidence gained from the anti-Rowlatt protest motivated Gandhiji to declare non-cooperation against the British. അതായത് ഈ റൗലറ്റ് വിരുദ്ധ സമരം നൽകിയിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസം ബ്രിട്ടീഷുകാരോട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. ഈ റൗലത്ത് വിരുദ്ധ പ്രക്ഷോഭങ്ങള് ഗാന്ധിജി പല ഭാഗത്തും ആഹ്വാനം ചെയ്യുകയും അതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ സപ്പോർട്ടും ഒക്കെ അദ്ദേഹത്തിൽ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ആ ഒരു ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നോൺ കോപ്പറേഷൻ പ്രഖ്യാപിക്കാൻ, നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. And let's see the characteristics of non-cooperation policy adopted by Mahatma Gandhi. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച നിസ്സഹകരണം എന്നുള്ള ആശയത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ഗിവൺ ബിലോ ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ഹൗ ദി ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ടഡ് ടു ഗാന്ധിജീസ് അപ്പീൽ ഫോർ നോൺ കോപ്പറേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും അല്ലെ.
ഈ വലതുഭാഗത്ത് കാണുന്ന ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സർക്കിളിനുള്ളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതാ ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ കോപ്പറേഷൻ പോളിസി. ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ സർക്കിളിനുള്ളിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടി താഴെ പറഞ്ഞു. Some of the examples of how the Indian society responded to Gandhiji's appeal for non-cooperation. അതായത് നോൺ കോപ്പറേഷന് വേണ്ടി ഗാന്ധിജി ആവശ്യപ്പെട്ടു ജനങ്ങളോട്. അപ്പോൾ ആ ആവശ്യത്തോട് ജനങ്ങളുടെ റെസ്പോണ്ട്, ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ പോയിന്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് നോക്കാം? ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പിന്നെ ജനങ്ങളെ റെസ്പോൺസ് പഠിക്കാൻ സുഖമാണ്, രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏറ്റവും ആദ്യം ലോയേഴ്സ് ഷോൾ ബോയ്കോട്ട് കോർട്സ്. നോൺ കോപ്പറേഷൻ അതിന്റെ അർത്ഥം തന്നെ എന്താ? സഹകരിക്കാതിരിക്കുക എന്നാണ്, നിസ്സഹകരണമാണ്. സോ ലോയേഴ്സ് ഷോൾ ബോയ്കോട്ട് കോർട്സ്. വക്കീലന്മാരെന്ത് ചെയ്യുക? കോടതികൾ ബഹിഷ്കരിക്കുക. പിന്നെ ദി പബ്ലിക് ഷോൾ ബോയ്കോട്ട് ഫോറിൻ പ്രോഡക്ട്സ്. ജനങ്ങള് വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുക, ഒഴിവാക്കുക. ബോയ്കോട്ട് എലക്ഷൻസ്. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. റിട്ടേണിംഗ് ദി ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്. ബ്രിട്ടീഷുകാർ നൽകിയിട്ടുള്ള അവാർഡുകളും സമ്മാനങ്ങളും ഓരോ ടൈറ്റിൽസ് ഒക്കെ ഉണ്ടാവും, സ്ഥാനപ്പേരുകളൊക്കെ പദവികളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക? അതെല്ലാം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക. ഡിനയൽ ഓഫ് ടാക്സസ്. നികുതി നിഷേധിക്കുക, നികുതി അടയ്ക്കാണ്ടിരിക്കുക. സ്റ്റുഡൻസ് ഷോൾ ബോയ്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക അഥവാ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ രൂപത്തിലും ബ്രിട്ടീഷുകാരോടുള്ള ഒരു നിസ്സഹകരണം, നോൺ കോപ്പറേഷൻ, അല്ലെ? അതാണ് എന്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത് examples of how the Indian society responded to Gandhiji's appeal for non-cooperation. ജനങ്ങളുടെ പ്രതികരണം, ഈ സമരത്തോട് ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത്, ജനങ്ങളുടെ റെസ്പോൺസ് ചോദിക്കുന്ന സമയത്ത് ഈ ഫീച്ചേഴ്സ് എഴുതി വെക്കരുത്, അത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോയിന്റ്സ് തന്നെ എഴുതാം. അതിൽ തന്നെ ആദ്യം പറഞ്ഞിട്ടുള്ള 2-3 പോയിന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ്, ഓരോ പ്രദേശത്തും നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് ജനങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന്, farmers in Awadh refused to pay taxes. അവധ് എന്ന് പറയുന്ന പ്രദേശത്തെ കർഷകര് നികുതി നൽകാൻ വിസമ്മതിച്ചു. നമ്മളിവിടെ പറഞ്ഞല്ലോ ഡിനയൽ ഓഫ് ടാക്സസ്. ഈ സമരത്തിന്റെ പ്രത്യേകതയാണ് ഡിനയൽ ഓഫ് ടാക്സസ്, അല്ലെ? അത് സമരത്തിന്റെ പ്രത്യേകതയാണ്. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു എന്നതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ പറയുന്നത്. ഫാർമേഴ്സ് ഇൻ അവധ് റെഫ്യൂസ്ഡ് ടു പേ ടാക്സസ്. അപ്പോൾ അവധ് പറയാണ്ട് ഫാർമേഴ്സ് റെഫ്യൂസ്ഡ് ടു പേ ടാക്സസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ആൻസർ ഒന്നും കൂടി ഒതന്റിക് ആവണമെങ്കിൽ എവിടത്തെ കർഷകരാണ് നികുതി കൊടുക്കാതിരുന്നത് എന്ന് തന്നെ പറയണം. ഫാർമേഴ്സ് ഇൻ അവധ്, അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ കർഷകര് ദേ റെഫ്യൂസ്ഡ് ടു പേ ടാക്സസ്, നികുതി നൽകാൻ വിസമ്മതിച്ചു. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ദി ട്രൈബൽ ഗ്രൂപ്സ് ഇൻ നോർത്തേൺ ആന്ധ്ര entered the forests and collected the forest produces violating the forest laws. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഫോറസ്റ്റ് ലോസ്, വന നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് മുമ്പൊരു ചാപ്റ്ററിൽ. ആ വന നിയമങ്ങൾ ഒക്കെ ലംഘിച്ചുകൊണ്ട് ആന്ധ്രയിലെ, നോർത്തേൺ ആന്ധ്രയിലെ, അല്ലെ, വടക്കൻ ആന്ധ്രയിലെ ട്രൈബൽ ഗ്രൂപ്പ്സ്, ഗോത്രവർഗക്കാര് കാടുകളിൽ പ്രവേശിച്ചു, കാട്ടിലെ വിഭവങ്ങളൊക്കെ ശേഖരിച്ചു. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ നിയമം അവിടെ ലംഘിച്ചു. ഇനി അപ്പൊ അതെവിടെയാണ്? ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്തേൺ ആന്ധ്രയാണ്, ഒരു സ്ഥലം അവിടെ പറഞ്ഞു. ഇനി അടുത്തത് ഫാർമേഴ്സ് ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കർഷകർ എന്താ ചെയ്തത്? ദേ റെഫ്യൂസ്ഡ് ടു ക്യാരി ദി ലഗേജ് ഓഫ് ദി കൊളോണിയൽ ഒഫീഷ്യൽസ്. അതായത് കോളനി ഉദ്യോഗസ്ഥന്മാരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു ഉത്തർപ്രദേശിലുള്ള കർഷകർ. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ, കോളനി ഉദ്യോഗസ്ഥന്മാരുടെ ചുമടുകൾ എടുത്തുകൊണ്ടുപോകുന്ന, ഓക്കെ, അങ്ങനെയുള്ള ജോലി, അങ്ങനെയുള്ള ഏർപ്പാട് അവര് ഉപേക്ഷിച്ചു. പിന്നെ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. വർക്കേഴ്സ് സ്ട്രക്ക് വർക്ക്. അതായത് തൊഴിലാളികളൊക്കെ പണിമുടക്കി പല ഭാഗത്തും. ലോയേഴ്സ് ബോയ്കോട്ടഡ് കോർട്സ്. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അത് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ജനങ്ങൾ അത് ചെയ്തു, അല്ലെ? ലോയേഴ്സ് ബോയ്കോട്ടഡ് കോർട്സ്.
സ്റ്റുഡൻസ് ക്വിറ്റഡ്, അതായത് എന്താ, ലോയേഴ്സ് ബോയ്ക്കോട്ടഡ് കോർട്സ് എന്ന് പറയുകയാണെങ്കിൽ കോടതികൾ ബഹിഷ്കരിച്ചു, വക്കീലന്മാർ അല്ലെ. പിന്നെ സ്റ്റുഡൻസ് ക്വിറ്റഡ് കോളേജസ് ആൻഡ് സ്കൂൾസ് റൺ ബൈ ദി ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങളിൽ നിന്ന്, ബ്രിട്ടീഷുകാരുടെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ അത് ഒഴിവാക്കി പുറത്തിറങ്ങി. ആൻഡ് ദി പബ്ലിക് ഇൻക്ലൂഡിംഗ് വിമൻ ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദി സ്ട്രീറ്റ്സ്, സ്ത്രീകളടക്കമുള്ള സാധാരണ ജനങ്ങൾ എന്ത് ചെയ്തു, വസ്ത്രങ്ങളും വിദേശത്തു നിന്നുള്ള മറ്റ് വസ്തുക്കളൊക്കെ പൊതുസ്ഥലങ്ങളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്തത്. ഇങ്ങനെയൊക്കെയായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ആദ്യം ഈ ഒരു സർക്കിളിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ, സവിശേഷതകൾ, പിന്നെ ജനങ്ങളുടെ പ്രതികരണം, ഈ സമരത്തോടുള്ള ഗാന്ധിജിയുടെ ആഹ്വാനത്തെ ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു, ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നതാണ് ഈ പോയിന്റ് ആക്കി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാം ബോയ്ക്കോട്ട് ചെയ്യലാണ്. ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ്, ബോയ്ക്കോട്ട് ചെയ്യുകയാണ് അല്ലെ, ഒക്കെ ബഹിഷ്കരിക്കുകയാണ്. അങ്ങനെ എല്ലാ സാധനവും ബഹിഷ്കരിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? കഴിയൂല. അപ്പൊ അതിനൊരു പരിഹാരം വേണം, ഒരു പ്രതിവിധി വേണം അല്ലെ. അപ്പോൾ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ രൂപത്തിലും എല്ലാം ബഹിഷ്കരിക്കൽ മാത്രമല്ല, കൂട്ടത്തിൽ എന്തുകൊണ്ട്, ചില കാര്യങ്ങളൊക്കെ നിർമ്മിക്കലും കൂടിയുണ്ട്, ഉണ്ടാക്കലും കൂടിയുണ്ട്. അത് നമുക്കിവിടെ നോക്കാം. അത് ഈ സമരത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. In addition to his appeal for non-cooperation, Gandhiji motivated the people to participate in constructive programs. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടേം. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ബഹിഷ്കരണത്തോടൊപ്പം തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, ചില കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിനും ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. എല്ലാം ഉപേക്ഷിക്കുക മാത്രമല്ല, കൂട്ടത്തിൽ ഗാന്ധിജി ജനങ്ങളെ എന്തിനു മോട്ടിവേറ്റ് ചെയ്തു? ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്താണ്? ഏകദേശം 18ഓളം വരുന്നൊരു ലിസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, നോക്കാം. ഇൻസ്പയർഡ് ബൈ ദീസ് പീപ്പിൾ ബിഗാൻ ടു മേക്ക് ഇൻഡിജിനസ് പ്രോഡക്ട്സ്. അവിടെ പറയാണ്, ഈ ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചെയ്യണമെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് ജനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി? പീപ്പിൾ ബിഗാൻ ടു മേക്ക് ഇൻഡിജിനസ് പ്രോഡക്ട്സ്, അതായത് തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. സ്പിൻ ഖാദി ക്ലോത്ത് യൂസിങ് ചർക്ക, അതായത് ചർക്ക ഉപയോഗിച്ചുകൊണ്ട് ഖാദി വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള നൂലുകൾ. ചർക്ക എന്ന് പറയുന്നത് വസ്ത്രം ഉണ്ടാക്കാനുള്ളതല്ല, നൂലുണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഖാദി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള, ഖാദി തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ നൂല് ചർക്ക ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി. എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾസ്, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, ഇന്ത്യക്കാരുടേതായിട്ടുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ആൻഡ് പോപ്പുലറൈസ് ഹിന്ദി പ്രചരിപ്പിച്ചു. രാജ്യം മുഴുവനുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു ഭാഷ എന്ന നിലക്ക് ഹിന്ദി പ്രചരിപ്പിച്ചു. പിന്നെ കാശി വിദ്യാപീഠം, അതേപോലെ ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ, കാശി വിദ്യാപീഠ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കാശി വിദ്യാപീഠം, ഓക്കെ, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ എക്സെട്ര ആർ സം ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദിസ് ടൈം. നമ്മൾ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളൊക്കെ ബഹിഷ്കരിച്ചു. ദെൻ ദേ എസ്റ്റാബ്ലിഷ്ഡ് നാഷണൽ സ്കൂൾസ്, ദേശീയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതിനുള്ള എക്സാമ്പിൾസ് ആണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ ഇസ്ലാമിയ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, എക്സെട്ര. Okay, etc. are some of the national educational institutions started during this time. Students who boycotted English education were attracted to national educational institutions. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബ്രിട്ടീഷുകാരുടെ സ്കൂളിൽ നിന്ന്, ബ്രിട്ടീഷുകാരുടെ കോളേജുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വിദ്യാർത്ഥികൾ പകരം എങ്ങോട്ട് പോയി? ഇന്ത്യൻ സ്കൂളുകളിലേക്ക്, നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കാണ് പോയത്. അല്ലാതെ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യുക മാത്രമല്ല ചെയ്തത്. ഓക്കെ, ഡ്യൂറിങ് ദി സെയിം പീരീഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടോ. അതായത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു നമ്മൾ? അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് പറഞ്ഞു, അതേപോലെ ജനങ്ങളുടെ റെസ്പോൺസ് നമ്മൾ പറഞ്ഞു, കൂട്ടത്തിൽ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസും പറഞ്ഞു, നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇനി നമ്മളെ ഹെഡിങ്ങിൽ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഖിലാഫത്ത് മൂവ്മെന്റും ഉണ്ട് അല്ലേ? അപ്പൊ അതാണ് ഇനി പറയാൻ പോകുന്നത്. ഡ്യൂറിങ് ദി സെയിം പീരീഡ് മൗലാന മുഹമ്മദ് അലി ആൻഡ് മൗലാന ഷൗക്കത്ത് അലി, they are called
ടുഗദർ കോൾഡ് അലി ബ്രദേഴ്സ്, അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി ആൻഡ് മൗലാന ഷൗക്കത്ത് അലി, ദ ഇന്റൻസിഫൈഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയ, നേതൃത്വം കൊടുത്ത രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി തുടങ്ങിയിട്ടുള്ള ആളുകൾ. By declaring the Khilafat movement as a part of Indian national movement, Gandhiji ensured active participation of Muslims in freedom struggle. അതായത് എന്താ ഇവിടെ പറയുന്നത്? അതായത് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ആര് പിന്തുണച്ചു? മഹാത്മാഗാന്ധി പിന്തുണച്ചു. ഓക്കെ, അതായത് ബൈ ഡിക്ലെയറിംഗ് ദി ഖിലാഫത്ത് മൂവ്മെന്റ് ആസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗം തന്നെയാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമെന്ന് ഗാന്ധിജി പറയുകയും ഈ ഖിലാഫത്ത് സമരത്തെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി പിന്തുണയ്ക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ പറയുന്നു ഗാന്ധിജി എൻഷുർഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിംസ് ഇൻ ദി ഫ്രീഡം സ്ട്രഗിൾ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യം വെച്ച കാര്യം അതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൂടി എന്ത് ചെയ്യുക? ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്ക്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൂടി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി നിലനിർത്തുക. ഗാന്ധിജിയുടെ സമരങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൂടി കൊണ്ടുവരിക, അവരുടെ പിന്തുണ കൂടി നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാന്ധിജി ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചത്. അതിന്റെ ഭാഗമായിട്ട് he traveled across India with, അതായത് ഗാന്ധിജി traveled across India with Khilafat leaders and propagated his ideologies. ഇന്ത്യ മുഴുവൻ ഈ ഖിലാഫത്ത് നേതാക്കന്മാരുടെ കൂടെ ഇന്ത്യ മുഴുവൻ അദ്ദേഹം സഞ്ചരിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ഗാന്ധിജിയുടെ ആശയങ്ങൾ അവിടെയൊക്കെയുള്ള ജനങ്ങളോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഖിലാഫത്ത് സമരവുമായി ഒത്തുചേർന്ന ധാരാളം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിനാകുന്ന മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വേദികളിലൊക്കെ ഗാന്ധിജി എന്ത് ചെയ്തു? ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തി ഓടിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. കാരണം ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നതും അടിസ്ഥാനപരമായി ആർക്കെതിരെയാ? ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരാതിരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്നുള്ള നോക്കാം. ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം, ബ്രിട്ടൻ ട്രൈഡ് ടു ലിമിറ്റ് ദി പവർ ഓഫ് ഖലീഫ, ദി റൂളർ ഓഫ് ടർക്കി ആൻഡ് ദി സ്പിരിച്വൽ ലീഡർ ഓഫ് വേൾഡ് മുസ്ലിംസ്. അതായത് ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ, ബ്രിട്ടൻ വിജയിച്ച രാജ്യങ്ങളിൽ പെട്ടതാണ്, എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ തുർക്കി ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പൊ തുർക്കിയിലെ ഖലീഫയുടെ പല അധികാരങ്ങളും ആരെടുത്ത് ഒഴിവാക്കി? ബ്രിട്ടീഷുകാരെടുത്ത് ഒഴിവാക്കി. തുർക്കിയിലെ ഖലീഫ എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ആത്മീയ നേതാവായിട്ട് കണക്കാക്കിയിരുന്ന ഒരാളാണ് തുർക്കിയിലെ ഖലീഫമാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഖലീഫമാരുടെ അധികാരമൊക്കെ ആരെടുത്ത് ഒഴിവാക്കി? ബ്രിട്ടീഷുകാരെടുത്ത് ഒഴിവാക്കി. അവരുടെ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ കൈയടക്കി. സ്വാഭാവികമായിട്ടും ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങൾ അത് വല്ലാതെ വേദനിപ്പിക്കും. ഓക്കെ, അപ്പോൾ ദി വേൾഡ് വൈഡ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് ഈസ് കോൾഡ് ഖിലാഫത്ത് മൂവ്മെന്റ്. വേൾഡ് വൈഡ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് ഈസ് കോൾഡ് ഖിലാഫത്ത് മൂവ്മെന്റ്. ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നടപടിക്കെതിരെ, തുർക്കി പിടിച്ചെടുത്തതും ഖലീഫയുടെ അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞതും ഒക്കെ ബ്രിട്ടീഷുകാരാ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നടപടികൾക്കെതിരെ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനമാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയിലും ആരുണ്ട്? മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും എന്തിലെ പങ്കാളികളായി? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ, ഖിലാഫത്ത് സമരങ്ങളിൽ പങ്കാളികളായി. അപ്പൊ അത് ശരിക്കും ആർക്കെതിരെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. ഗാന്ധിജി സമരം നടത്തുന്ന ആർക്കെതിരെയാ? അതും ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധിജി ട്രാവൽഡ് അക്രോസ് ഇന്ത്യ വിത്ത് ഖിലാഫത്ത് ലീഡേഴ്സ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയോളജീസ്. രാജ്യം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു, അല്ലെ? അതിന്റെ ഭാഗമായിട്ട് ഈ ഖിലാഫത്ത് സമരത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി നമ്മുടെ കോഴിക്കോട്ടും വന്നിട്ടുണ്ട്. മൗലാന ഷൗക്കത്ത് അലിയുടെ കൂടെ ഗാന്ധിജി കോഴിക്കോട്ടെ ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെയെല്ലാം ആകർഷിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഗാന്ധിജി 5 തവണയാണ് ഇവിടെ വന്നത്. അതിലൊന്ന് ഈ ഒരു ഷൗക്കത്ത് അലിയുടെ, മൗലാന ഷൗക്കത്ത് അലിയുടെ കൂടെയായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നു, ആസ് എ റിസൾട്ട്, ഗാന്ധിജിയുടെ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തന ഫലമായിട്ട് ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ടു ദി നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി നേഷൻ. അതായത് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. അതായത് രാജ്യം മുഴുവൻ സഞ്ചരിച്ച് പ്രസംഗിക്കുകയാണല്ലോ, ആശയങ്ങൾ പങ്കുവെക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ
ബ്രിട്ടീഷ് വിരുദ്ധ വികാരം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ഇതിലൂടെ ഗാന്ധിജിക്ക് സാധിച്ചു. ആൻഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി വാസ് ഇന്റൻസിഫൈഡ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടാനും ഇത് കാരണമായി. അപ്പൊ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഖിലാഫത്ത് മൂവ്മെന്റും രണ്ടും ഒരേ കാലയളവിൽ ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കുക. ഖിലാഫത്ത് മൂവ്മെന്റിനെ ഗാന്ധിജി സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? മുസ്ലിംസിന്റെ സപ്പോർട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഗാന്ധി ട്രാവൽഡ് അക്രോസ് ഇന്ത്യ വിത്ത് ഖിലാഫത്ത് ലീഡേഴ്സ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയോളജീസ് ദർ. അതിന്റെ റിസൾട്ട് ആണ് എന്ത്? അതിന്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ്. ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ടു ദി നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി നേഷൻ. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ബ്രിട്ടീഷ് വിരുദ്ധ വികാരം എത്തിക്കാൻ സാധിച്ചു. ആൻഡ് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ബ്രിട്ടീഷ് വിരുദ്ധ വികാരം എത്തിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഹിന്ദു മുസ്ലിം യൂണിറ്റി വാസ് ഇന്റൻസിഫൈഡ്. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കാനും ഈ സമരങ്ങളൊക്കെ, ഗാന്ധിജിയുടെ ഈ നടപടികളൊക്കെ കാരണമായിട്ടുണ്ട്. ഒരൊറ്റ ചെറിയൊരു പാരഗ്രാഫ് കൂടി പറഞ്ഞാൽ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇവിടെ അവസാനിക്കും. അത് ഇതാ: ഇൻ റെസ്പോൺസ് ടു ദി police firing at a mob at Chowri Chowra in Uttar Pradesh, the villagers set ablaze the police station and 22 policemen died. വളരെ പ്രധാനപ്പെട്ട, ഗാന്ധിജിയെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇത്. എന്താണ്? ജനങ്ങൾക്ക് നേരെ വെടിവെച്ചു, സമരം നടത്തുന്ന ആൾക്കാർക്ക് നേരെ വെടിവെച്ചു എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിലുള്ള ചൗരി ചൗരയിലെ ഒരു പോലീസ് സ്റ്റേഷന് പ്രക്ഷോഭകാരികൾ എന്ത് ചെയ്തു? തീയിട്ടു. ചൗരി ചൗരയിൽ പോലീസ് സ്റ്റേഷന് തീയിടുന്നു. 22 പോലീസുകാർ തീയിൽപ്പെട്ട് മരണപ്പെടുന്നു. ആൻഡ് ദിസ് ഇൻസിഡന്റ് ഡിസപ്പോയിന്റഡ് ഗാന്ധിജി. ഗാന്ധിജി ഒരുപാട് നിരാശപ്പെടുത്തിയ സംഭവമായിരുന്നു അത്. കാരണം ഗാന്ധിജി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആരെയും കൊല്ലാനോ ആക്രമിക്കാനോ ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസ് എങ്ങനെയാ? ബേസ്ഡ് ഓൺ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. അക്രമമല്ല, അക്രമരാഹിത്യമാണ്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമരങ്ങളാണ്. സോ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഗാന്ധി കോൾഡ് ഫോർ സ്റ്റോപ്പിംഗ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ, അത് അവസാനിപ്പിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിന് കാരണമായ സംഭവമാണെന്ത്? ചൗരി ചൗര ഇൻസിഡന്റ്. ഓക്കെ, ചൗരി ചൗര ഇൻസിഡന്റ്. ചൗരി ചൗര സംഭവത്തിന്റെ പേരിലാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പെട്ടെന്ന് നിർത്തലാക്കുന്നത്. ആ ഒരു നിർത്തലാക്കാനുള്ള തീരുമാനം പല രൂപത്തിലും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ പിന്നീട് ബാധിച്ചിട്ടുണ്ട്. പലരും ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കാൻ അത് കാരണമായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം? പരാമർശിക്കാം. അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ സമരമാണ്, അല്ലെ? ആദ്യത്തെ സമരത്തിന്റെ പേരാണെന്ത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ അതിലേക്കൊക്കെ നയിച്ച, നാഷണൽ മൂവ്മെന്റിലേക്ക് ഗാന്ധിജിയെ എത്തിച്ച പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് ചോദിച്ചാൽ അത് റൗലറ്റ് ആക്ടിനെ തുടർന്നുണ്ടായിട്ടുള്ള അജിറ്റേഷൻസ് ആണ്, പ്രക്ഷോഭങ്ങളാണ്. നമ്മൾ പറഞ്ഞു ജാലിയൻ വാലാബാഗ് മസാക്കർ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിനൊക്കെ ശേഷമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഖിലാഫത്ത് മൂവ്മെന്റിന്റെയും ചേർത്ത് നിർത്താൻ ഗാന്ധിജിക്ക് സാധിച്ചു. അതിലൂടെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. അവസാനം ഈ ഒരു നിസ്സഹകരണ സമരം ചൗരി ചൗര സംഭവത്തിന്റെ പേരിൽ ഗാന്ധിജി പെട്ടെന്ന് എന്ത് ചെയ്തു? നിർത്തലാക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം? ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ഇതിന്റെ തുടർച്ചയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം, ചർച്ച ചെയ്യാം. ഓക്കെ.